മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നൊരു സമയത്ത് നമുക്ക് ബേക്കറി പലഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നത് തന്നെയാണ്. നമുക്കിത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ചുമ്മാതെ പുഴുങ്ങി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തയ്യാറാക്കുന്ന പലഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. ഈ വലിപ്പമുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോയാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ അതിൻ്റെ പുറത്തെ അഴുക്കൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ നുറുക്കിയെടുക്കുകയാണ്. നമുക്ക് ആവി കൊള്ളിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ പുഴുങ്ങി കഴിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെ ഇതും ആവി കൊള്ളിച്ച് എടുക്കാം. ഈ സ്വീറ്റ് പൊട്ടറ്റോ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ സ്റ്റീം കൊള്ളിച്ചെടുക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് റെഡിയായി കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കിഴങ്ങെല്ലാം നല്ലതുപോലെ ആവി കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ നമുക്ക് ഉടഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവം. ഇനിയും ചൂടാറിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഫൈനായിട്ട് നമുക്ക് ഉടച്ചെടുക്കേണ്ടതുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോയുടെ ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പാനിലോട്ട് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വരണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അധികം എരിവില്ല ഈ സ്നാക്സിന്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ ഫൈനായിട്ടുള്ള വറുത്ത പൊടിയുണ്ടല്ലോ, അത് ഞാൻ 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഏകദേശം ഒരു 1/4 കപ്പോളം അരിപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഏത് ഓയിലാണോ ഈ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്നാക്സ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പതഞ്ഞു പോകത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ചേർക്കുന്നതും സൺഫ്ലവർ ഓയിലായിരിക്കണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലോട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് തടിത്തവി കൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കാനുണ്ട്. ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് 1-2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1 പച്ചമുളക് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ മീഡിയം വലുപ്പമുള്ള 1 സവോളയും 1 തണ്ട് കറി ലീഫും അവയെല്ലാം പൊടിയായിട്ട് അരിഞ്ഞതാണ്. ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പൊടിയുടെ കൂട്ട് നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ചൂട് ആറുമ്പോഴത്തേക്കിന് നമുക്ക് കൈകൊണ്ട് കുഴച്ച് നല്ല രീതിയിൽ തന്നെ മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇപ്പോൾ പൊട്ടറ്റോയൊക്കെ നല്ലതുപോലെ ചൂടൊക്കെ ആറി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഇനി ഒരു ഫോർക്കോ മാഷറോ ഉപയോഗിച്ചിട്ട് ഫൈനായിട്ട് നമ്മൾ ഉടച്ചെടുക്കേണ്ടതുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള പൊട്ടറ്റോ എടുത്താലും മതി. മീഡിയം വലിപ്പമുള്ള 2 പൊട്ടറ്റോ പുഴുങ്ങി ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്താലും നമുക്ക് ഇതുപോലെ സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. ഉടച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ പീസസ് ഇല്ലാത്ത രീതിയിൽ ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പീസസൊക്കെ ഉണ്ടെങ്കിൽ പരത്തിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഉടച്ചെടുത്തിരിക്കുന്ന ഈ സ്വീറ്റ് പൊട്ടറ്റോയും നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയും ഉള്ളിയും ചേർന്നുള്ള മിക്സിന് അതോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഫൈനായിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ ലേശം ഓയിലൊന്ന് തടവിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. വളരെ രുചികരമായിട്ടുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോ ചേർത്തിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അധികം മെനക്കേടൊന്നുമില്ല. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യവുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഉടച്ചു വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടറ്റോ മുഴുവനും ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ കുഴച്ചുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കുറവായിട്ട് തോന്നും. ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക.
ഇനി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പരന്ന പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ലേശം ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പൊട്ടറ്റോയുടെ കൂട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നല്ല രീതിയിൽ കയ്യിൽ ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കൈകൊണ്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, ഇച്ചിരി കട്ടിക്ക് പരത്തിയെടുക്കണം. നമ്മൾ ഇലയുടെയൊക്കെ പരത്തിയെടുക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ് കൈകൊണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കേണ്ടത്. കനം കുറഞ്ഞു പോകരുത്, ഇച്ചിരി കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ എന്നുള്ളതേ ഉള്ളൂ. കത്തിയിൽ ലേശം ഓയിലൊന്ന് തടവിയിട്ട് നേർ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് ഈ സ്നാക്സ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇനി കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് അതൊന്ന് ഇളകുന്ന പോലെയൊക്കെ ആകും. അപ്പോൾ കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അവ ഓരോന്നും നമുക്ക് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് മെനക്കെടുകയാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കാനുള്ള സ്നാക്സ് നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടി കൊണ്ടും 1 സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം മെനക്കേടൊന്നുമില്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ലെന്തായിട്ട് തോന്നുന്നതേ ഉള്ളൂ. എന്നാൽ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാനും. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല പുറവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അരിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഉൾവശം നല്ല സോഫ്റ്റും. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനായിട്ടൊരു കിടു പലഹാരം തന്നെയാണ് ഈ തയ്യാറാക്കിയെടുത്തത്. ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോ പീസസും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പീസസ് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇത് മറിച്ചിടാനായിട്ട് ശ്രമിക്കല്ല. ഒരു വശം ഓൾറെഡി ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ. ഒരു സൈഡ് ഏകദേശം ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ മുരിച്ചെടുക്കണം. പൊട്ടറ്റോ ആയതുകൊണ്ട് ഉൾവശം വെന്ത് കിട്ടാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. തിരിച്ചും മറിച്ചു വിട്ട് ഈ ഒരു രീതിയിൽ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നവയെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസസ് എല്ലാം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ്. പുറവശം നല്ല ക്രിസ്പിയാണ്. പൊട്ടറ്റോ ഒക്കെ ചേർന്നത് കൊണ്ട് ഉൾവശം നല്ല സോഫ്റ്റുമാണ്. അരിപ്പൊടി ആയതുകൊണ്ട് നല്ല ക്രിസ്പി തന്നെയാണ്. കറുമുറാന്ന് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഈവനിങ് സ്നാക്സ്. അധികം മെനക്കേടൊന്നുമില്ല. സ്വീറ്റ് പൊട്ടറ്റോ വേണമെന്ന് നിർബന്ധവുമില്ല. സാധാരണ പൊട്ടറ്റോ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.